Ladies and gentlemen, welcome to your favorite tech news Chaya with tech with call me Shazam. കുറേ നാളാണെന്ന് വിചാരിക്കണം. ഞാനും ഇങ്ങനെ ആലോചിക്കട്ടെ, കഴിഞ്ഞ ചായത്തേക്ക് ഞാൻ ഇടുന്ന 28 തീയതിയാണ് കഴിഞ്ഞ മാസം. ഇത്രയും എനിക്ക് മടിയാണ്, അതാ ന്യൂസൊന്നും ഇല്ലാത്തതാണ്. പിന്നെ ദാരിദ്ര്യം പറച്ചിലാണ് മൊത്തം ഇപ്പം ടെക്ക് ലോകത്ത് നടക്കുന്നതേ. റാമില്ല, SSD ഇല്ല, എല്ലാവരും പിച്ചക്കാരന്മാരെ പോലെ, പിച്ചക്കാരല്ല കോമഡി എന്ന് പറഞ്ഞാൽ മറ്റേ അവിടെ പോയി തെണ്ടുന്നു. കമ്പനിയൊക്കെ പോയിട്ട് റാമിൻ്റെ അമ്മമാരടുത്ത് തെണ്ടുന്നു, നമ്മൾ കമ്പനിയുടെ അടുത്ത് തെണ്ടുന്നു വില കുറയ്ക്കാനായിട്ട്. അങ്ങനത്തെ ഒരു സൈക്കിൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണെങ്കിലും നിങ്ങൾ അവഞ്ചേഴ്സിൻ്റെ ട്രെയിലർ കണ്ടു ഗൈസ്. വാട്ട് എ ട്രെയിലർ, വാട്ട് എ ഫെൻറ്റാസ്റ്റിക് ട്രെയിലർ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പൊളക്കനായിരിക്കും. എന്തിനാണെങ്കിലും നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാതെ ചായയൊക്കെ കുടിച്ചുകൊണ്ട് ന്യൂസുകൾ പറഞ്ഞു തുടങ്ങാം. ആദ്യത്തെ ന്യൂസ് വളരെ സന്തോഷ വാർത്ത എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഷൗമിയുടെ 18 സീരീസ് ഡിസംബറിൽ തന്നെ നമുക്ക് നാട്ടിൽ കിട്ടുന്നതായിരിക്കും. അതായത് ഉടനെ തന്നെ ഷൗമി 18 ഇറങ്ങുന്നതായിരിക്കും. ഈ വർഷം ഇന്ത്യയിൽ ഷൗമി 18 പ്രോ മാക്സ്, പ്രോയും പ്രോ മാക്സും ഇറങ്ങുമെന്നാണ് പറയുന്നത്. അത് പ്രോ മാക്സ് ആണ് ഇറങ്ങുന്നത്. ഷൗമി 18 ഷൗമി പ്രോ മാക്സും ഇറങ്ങും. ഈ വർഷം അൾട്ര ഇല്ല, നോ അൾട്ര. അതിന് പകരം ഷൗമി പ്രോ മാക്സ് ഇറങ്ങും. മറ്റേ ബാക്കിൽ ഡിസ്പ്ലേ ഒക്കെ വെച്ച് പറഞ്ഞ സുനി ഉണ്ടല്ലോ, കഴിഞ്ഞ വർഷം ചൈനയിൽ മാത്രം ഇറക്കിയിട്ട് നമ്മളൊക്കെ അവിടെ ഇങ്ങനെ ഇരുന്ന ആ സാധനം അവന്മാർ നാട്ടിൽ കൊണ്ടുവരുന്നുണ്ട്. മിക്കവാറും 1,50,000 രൂപയായിരിക്കും വില പറഞ്ഞത്. ഈ പറഞ്ഞ ഷൗമി 18 തന്നെ 1,00,000 രൂപയാവും. ഇപ്പം തന്നെ ആ ഷൗമി 17 89 എന്തോ ആണ്. അപ്പം പിന്നെ അടുത്ത വർഷം ഈ വർഷത്തെ റാമിൻ്റെ ഒക്കെ ഒരു ശുനാക്കളി വെച്ചിട്ട് എന്തരാ. പിന്നെ വേറൊരു കേസ് കേട്ടോ, ഷൗമിക്ക് എന്തൊക്കെയോ അറിയാം. ഷൗമിയിലുള്ളവന്മാർ പറയണമെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ഈ പറയുന്ന റാമിൻ്റെ SSDയുടെയും പ്രശ്നം മാറും എന്ന് ഒരു കരക്കമ്പി കേൾക്കുന്നുണ്ട്. അതെന്തുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെയൊക്കെ അവസ്ഥയിൽ സെയിൽസിൻ്റെ ടാർഗറ്റ് വെക്കുന്നത് കുറവായിരിക്കും. പക്ഷേ ഷൗമി കൂട്ടി 90 മില്യനൊക്കെയാണ് സെയിൽസ് ടാർഗറ്റ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതുമാതിരി 110 മില്യൺ യൂണിറ്റ്സ് സെയിൽ ചെയ്യണമെന്നുള്ള ഒരു പുതിയ സെയിൽ ടാർഗറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. വിച്ച് കൈൻഡ് ഓഫ് യുനോ ഈ സമയത്ത് അങ്ങനത്തെ ഒരു ബ്രാൻഡ് കാണിക്കൂ. എനിക്ക് അറിയണ്ട എന്തിനാണെങ്കിലും ഷൗമിക്ക് എന്തൊക്കെ അറിയാം എന്നാണ് എനിക്ക് തോന്നണത്. പിന്നെ അടുത്തത് പറയാനാണെങ്കിൽ ഷൗമിയുടെ കേസിൽ ഷൗമിയുടെ നോട്ട് 17 എന്ന് പറയുന്ന ഫോൺ ഓഗസ്റ്റ് 6 എന്തോ ലോഞ്ച് ആവുന്നുണ്ട്. സാധാ ഒരു ഫോണാണ്. 8000 mAh ബാറ്ററിയും OLED ഡിസ്പ്ലേ എന്നാണ് ഇതിൽ കൊടുത്തേക്കണം. ഇറങ്ങുമ്പോൾ അറിയാം. 50 മെഗാ പിക്സലിൻ്റെ ഒരു സിംഗിൾ ക്യാമറയും 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡും അല്ല 8 മെഗാ എന്തിനൊക്കെയാണേ. എന്തിനാണെങ്കിലും ഓഗസ്റ്റ് 1 ഫോൺ ഇറങ്ങും, നമുക്ക് എന്തായാലും കിട്ടും. അപ്പോൾ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമുക്ക് CXMT എന്ന് പറഞ്ഞൊരു ചൈന കമ്പനിയാണ്. അവന്മാർ LPDDR6 റാം ഉടനെ വിപണിയിൽ ഇറക്കും എന്ന് പറയുന്നു. അതെ, ചൈനക്കാരന്മാരെ ഇടപെടണം. എന്നാൽ മാത്രമേ ഈ മാറിയ കമ്പനികൾക്കൊക്കെ ഒരു പാഠം പഠിക്കത്തുള്ളൂ. എന്താണെങ്കിലും ചൈന റാം, ചൈന സ്റ്റോറേജ്, ചൈന ഇതൊക്കെ ഇറങ്ങുമ്പോൾ അത്യാവശ്യം സാധനം വന്നു തുടങ്ങും. മറ്റവന്മാരൊക്കെ നമ്മളെന്നും ഇപ്പോൾ ആയിരിക്കും വേണ്ടടേ എന്ന് പറഞ്ഞിട്ട് അവർ വില കുറയ്ക്കുമെന്നാണ് തോന്നണത്. എന്താണെങ്കിലും ചൈന ഇറങ്ങിയേ പറ്റുള്ളൂ. ചൈന മറ്റേ മുണ്ടും മടക്കി കുത്തി ഇറങ്ങിയില്ലെങ്കിൽ യവന്മാർ നമ്മളെ തലയിൽ കയറി ഇരുന്നിട്ട് ശിവതാണ്ഡം ആടും. പിന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ഫോണുകളുടെ കമ്പനിക്കൊക്കെ ചെറുതായിട്ടൊരു ഗ്രോത്ത് കുറഞ്ഞിരിക്കുകയാണ്, സ്വാഭാവികം. എസ്പെഷ്യലി ആകെ അത്യാവശ്യം പച്ച പിടിച്ചത് റിയൽമി കുറച്ചൊരു ശതമാനം കൂടിയിട്ടുണ്ട്. പിന്നെ ഏതായിരുന്നു, ഷൗമിക്ക് ചെറിയൊരു ശതമാനം കൂട്ടൽ വന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ കുറച്ച് പേർക്കൊക്കെ ഇതുണ്ട്. ഏകദേശം ഒരു 10% ഡ്രോപ്പ് വന്നിട്ടുണ്ട്. പിന്നെ ആകെ ഒരു ഗ്രോത്തുള്ളൊരു കമ്പനി നത്തിങ് ആണ്. നത്തിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു പ്രീമിയർ സെഗ്മെൻറ്റ് പോലെ ഒരു മിഡ് റേഞ്ചിൽ പ്രീമിയർ സെഗ്മെൻറ്റ് പിടിച്ചത്. അവരെ സത്യം പറഞ്ഞാൽ 32,000 രൂപയ്ക്ക് ഒരുപാട് ഫോൺ വിറ്റായിരുന്നു. മറ്റേ നത്തിങ് 4 അതിൻ്റെ ഒരു ഇതാണ് നിങ്ങൾ ഈ കാണുന്നത്. പക്ഷേ ഈ പ്രൈസ് ഹൈക്കിൻ്റെ ഇത് വെച്ചിട്ട് അവന്മാർ ആപ്പിളിൻ്റെയും മറ്റേ ഹയർ എൻഡ് ആൻഡ്രോയിഡിൻ്റെയൊക്കെ വില പിടിക്കാൻ പോയി കഴിഞ്ഞാൽ പൊളന്നിരിക്കും അവിടെ. അതാണ് എനിക്കിവിടെ പറയാനുള്ളത്. എന്തിനാണെങ്കിലും ഇന്ത്യൻ മാർക്കറ്റിൽ Q2 നഷ്ടം കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. ഇതേ അവസ്ഥ പോവുകയാണെങ്കിൽ മൂക്കും കുത്തി വീഴും എല്ലാവരും. അതുകൊണ്ട് പിന്നെ ഓഗസ്റ്റ് 12 പിക്സലിൻ്റെ ഫോണുകൾ നാട്ടിലിറങ്ങുന്നുണ്ട്. പിക്സൽ 11, 11 പ്രോയൊക്കെ ചാടി ഇറങ്ങും. ഈ വർഷത്തെ പിക്സൽ 11 പ്രോയിൽ നല്ല സെൻസർ മറ്റേ പ്രോസസ്സർ വയ്ക്കുമെന്നൊക്കെയാണ് പിക്സൽ പറയണത്, കണ്ടറിയാം. പിന്നെ എന്തായാലും ബാക്കിൽ മറ്റേ ലൈറ്റ് കത്തണ ഒരു ഉണ്ട വന്നിട്ടുണ്ട്. ആ ലൈറ്റിൽ അവിടെ നിങ്ങൾക്ക് മറ്റേ നോട്ടിഫിക്കേഷൻ ലൈറ്റാണ് അവർ ഉദ്ദേശിക്കുന്നത്. പണ്ടൊരു ടെമ്പറേച്ചർ സെൻസർ ഇരുന്ന സ്ഥലത്ത് അവിടെ ലൈറ്റ് വെച്ച്, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ സാധനമൊക്കെ നാട്ടിൽ ഇറങ്ങുന്നുണ്ട്. വലിയ വിലയായിരിക്കും. പിക്സൽ 11 പ്രോയൊക്കെ എനിക്ക് തോന്നുന്നില്ല അടുക്കാൻ പറ്റുമെന്ന്. ബിക്കോസ് പിക്സൽ 11 തന്നെ എനിക്ക് തോന്നുന്നു
1,00,000 അടുത്തൊക്കെ അമ്മമാർ പ്രൈസ് ചെയ്യും. 11 പ്രോയൊക്കെ എത്ര രൂപയായിരിക്കുമെന്ന് ഇറങ്ങുമ്പോൾ അറിയാം എന്തിനാണെങ്കിലും വേർക്കും. അപ്പോൾ അങ്ങനെ ഒരു ന്യൂസ് വരുന്നുണ്ട്. പിന്നെ iPhone 18 Pro Maxൽ, പ്രോയിലുണ്ടോയെന്ന് പറഞ്ഞാൽ പ്രോ മാക്സിൽ റൂമറാണ് കേട്ടോ, മറ്റേ വായിൻ്റെ തുപ്പിട്ട് കേട്ടോണം, വേരിയബിൾ അപ്പർച്ചർ വരുന്നു എന്ന് കരുതുന്നു. ഈ വർഷത്തെ പുതിയ ഐഫോണിൽ ആകെ ഉള്ള കുറച്ച് സാധനങ്ങളാണ്. മറ്റേ ഫ്രണ്ട് ക്യാമറയിൽ മറ്റേ ഈ സാധനമില്ല, ഡൈനാമിക് ഐലൻഡ്, അതിൻ്റെ സൈസ് കുറയ്ക്കുന്നുണ്ട്. പിന്നെ പുതിയ ചിപ്സെറ്റ്, പുതിയ കളർ, ബ്ലാക്കാണ് പുതിയ കളർ. പിന്നെ ഒരു ഗ്രാപ്പ് കളറുണ്ട്, അതൊന്നും എടുക്കില്ല കേട്ടോ ദൈവത്തിന് ഓർത്ത്. ബ്ലാക്ക് എടുക്കണേണ് നല്ലത്. അത് കഴിഞ്ഞിട്ട് എന്തിരി അത് തന്നെ. പിന്നെ ഇത് വേരിയബിൾ അപ്പർച്ചർ, അത് പ്രോ മാക്സിൽ വരുമെന്നാണ് പറയുന്നത്. ഞാൻ മറ്റേ സെപ്പറേറ്റ് വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ്. റിയൽമിയുടെയും OnePlusൻ്റെയും UI മാറി കളർ വോയിസിലോട്ട് മാറുകയാണ്. അതുകൊണ്ട് ഹോട്ട് ആപ്സും ഹോട്ട് ഗെയിംസൊക്കെ അത് പണ്ടേ റിയൽമിയിലുണ്ട്, ഇനിയിപ്പോൾ OnePlusലും കൂടെ വരും. അപ്പോൾ അതൊക്കെ കളയാനുള്ള പരിപാടിയൊക്കെ അറിയാമല്ലോ. അപ്പോൾ എന്തിനാണെങ്കിലും അത് നടക്കുകയാണ്. ചൈനയിൽ നിന്ന് റിയൽമി പോയി, ഇനി തൊട്ട് റിയൽമി ഇന്ത്യയിൽ മാത്രമേ കാണത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ OnePlus എന്തായാലും ഉണ്ട് ചൈനയിൽ. സോ OnePlusന് പോകാനുള്ള ചാൻസസ് ഭയങ്കര ഹൈ ആണ് ഇന്ത്യയിൽ. എല്ലാവരും ഒന്ന് മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ. ആപ്പിളിൻ്റെ പുതിയ M7 Ultra എന്ന് പറയുന്ന അവരെ ചിപ്സെറ്റ് ഉണ്ടല്ലോ, ഈ കമ്പ്യൂട്ടറിൻ്റെ അകത്തൊക്കെ വെക്കണം, അവരെ മാക്ബുക്ക് പ്രോയിലും മറ്റേ സ്റ്റുഡിയോയിലൊക്കെ വെക്കണ സാധനം M7 Pro Ultra, അതിൻ്റെ അകത്ത് 1.5 TB റാമാണ് അവർ വെക്കാൻ പോണത്. അതിൻ്റെ ഏറ്റവും ഹൈ സ്പെക്കിലായിരിക്കും കേട്ടോ, 1.5 TB റാം ഇല്ല. പിന്നെ ആപ്പിളിന് ഇതൊരു പുത്തരിയൊന്നും അല്ലടേ. ആപ്പിൾ വില കൂട്ടണൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാം. അവന്മാർ പണ്ട് തൊട്ടേ വില കൂട്ടിയിരിക്കണ കമ്പനിയാണ്. അവന്മാർക്ക് ഇനിയും വില കൂട്ടും അവർ. പിന്നെ ജപ്പാനിൽ പതുക്കെ ഐഫോണിൻ്റെ വില കൂട്ടിയിട്ടുണ്ട്. ജപ്പാനിൽ കേട്ടോ, വേറെ ഒരിടത്ത് വന്നിട്ടില്ല. നിങ്ങൾ സ്റ്റാർട്ടിങ് ആയിട്ട് ജപ്പാനിൽ തുടങ്ങാതായിരിക്കും. ഐശ്വര്യമായിട്ട് ജപ്പാൻകാരൊക്കെ തന്നെ, അമേരിക്കക്കാരാണല്ലോ പണ്ട് തൊട്ടേ കലിപ്പാണ് ജപ്പാനുമായിട്ട്. ഇപ്പോൾ തലയ്ക്കകത്തൊരു കൊട്ട് അപ്പോഴേ അവരങ്ങ് കൊടുത്തേക്കാണ്. ജപ്പാനിൽ വില കൂടിയിട്ടുണ്ട്. ഉടനെ തന്നെ ബാക്കിയുള്ള രാജ്യങ്ങളിലും വരാൻ സാധ്യതയുണ്ട്. എന്തായാലും പുതിയ ഫോൺ ഇറങ്ങുന്ന സമയത്ത് നല്ല വിലയായിരിക്കും. അപ്പോൾ കാണാം. അത് കഴിഞ്ഞിട്ട് എന്താ, OnePlus 15 പുതിയൊരു അപ്ഡേറ്റിൽ, ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ ഡ്യുവൽ eSIM സപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സിമ്മും 2 eSIM ഇടാൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എനിക്ക് അറിഞ്ഞൂടാ എന്തിനാണ് എൻ്റെ ആൻസർ എന്ന്. എന്തിനാണെങ്കിലും 2 eSIM സപ്പോർട്ട് പുതിയ അപ്ഡേറ്റിൽ വന്നിട്ടുണ്ട്. വേറൊരു സങ്കടപരമായിട്ടുള്ളൊരു ന്യൂസ് കേട്ടായിരുന്നു, ഇത് റൂമറാണോ എന്നാണ് തോന്നണത്. Oppo Find X9 Ultra നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട്, നമ്മുടെ ചാനൽ റിവ്യൂ വന്നിട്ടുള്ളതാണ്. കിട്ടില്ല ഫോണാണ്. Find X10 Ultra ഇന്ത്യയിൽ ഇറങ്ങൂല. അതേപോലെ ഇനി പറയാൻ പോണത് എനിക്ക് പറയണേലും വിഷമമുണ്ട്, OnePlus 16 ഇന്ത്യയിൽ ഇറങ്ങൂല എന്നും കേൾക്കുന്നുണ്ട്. ഈ OnePlus ഒന്ന് ഫോൺ ഇറക്കാതെ, എന്നിട്ട് OnePlusൻ്റെ ഏതൊരു തൊലിഞ്ഞ ഫോണിൻ്റെ ഒരു പരസ്യം ഞാൻ ഈ ട്വിറ്ററിൽ കണ്ടായിരുന്നു. അപ്പോൾ ഇത് റൂമറാണ് കേട്ടോ. ഇനിയിപ്പോൾ വന്നിട്ട് തന്നെ ഞാൻ വരികയാണെങ്കിൽ ഞാൻ പറയാം. പക്ഷേ ഇങ്ങനൊരു സാധനം ഞാൻ മണത്തായിരുന്നു, ജസ്റ്റ് നിങ്ങളും കൂടെ അറിയാൻ വേണ്ടി പറഞ്ഞു. സാംസങ് പുതിയൊരു മറ്റേ ലെനോവരെ ലാപ്ടോപ്പിലൊക്കെ മറ്റേ OLED വയ്ക്കണുണ്ടല്ലോ, അതിന് ഒരു പുതിയ ടെക്നോളജി കൊണ്ടുവന്നിട്ടുണ്ട്. ടാൻഡം OLEDയിൽ അത്യാവശ്യം നല്ല 1600 നിറ്റ്സിൻ്റെ വീക്ക് മറ്റേ ബ്രൈറ്റ്നസ് ഒക്കെ തരണ ഒരു കിടിലം ഒരു ഡിസ്പ്ലേ ടെക്നോളജി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ OLED വെച്ച് വരുന്ന ലാപ്ടോപ്സിലൊക്കെ ഇത് വരാൻ സാധ്യതയുണ്ട്. ഓണറിൻ്റെ റോബോട്ട് ഫോൺ അറിയായിരിക്കും. മറ്റൊരു സ്വിച്ച് നോക്കി കഴിയുമ്പോൾ ബാക്കിൽ നിന്ന് മറ്റേ DJI മറ്റേ ഗിംബൽ പോലത്തെ ഒരു സാധനം പറഞ്ഞൊരു പരിപാടിയുണ്ട്. അത് നിങ്ങളെല്ലാവരും വിചാരിച്ചാൽ അത് വെറുതെ കോൺസെപ്റ്റാണ്. നല്ല ചൈനയിൽ ഇപ്പോൾ പ്രീ ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് ആ ഫോണിന്. അത് വരും. അത് എന്ന് വരുമെന്ന് അറിഞ്ഞുകൂടാ. ജനറൽ പബ്ലിക്കിന് മേടിക്കാൻ പറ്റും ആ ഫോൺ. നമ്മുടെ സ്പെയിൻ ഫുട്ബോൾ ജയിച്ചില്ലേ, അവിടെ മറ്റേ ഒരു പ്ലെയർ ആ ഫോണും കൊണ്ട് നടക്കണുണ്ടായിരുന്നു വീഡിയോ എടുത്തുകൊണ്ട്. അപ്പോൾ എന്തിനാണെങ്കിൽ ആ സാധനം നിങ്ങൾക്ക് മേടിക്കാം. ആര് മേടിക്കാൻ പോകണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മുടെ ചാനലിൽ നമ്മൾ ആ സാധനം കൊണ്ടുവരും കേട്ടോ. ഈ ചാനലിൽ ആ ഫോൺ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കും. ഞാൻ മറന്നുപോയി കഴിഞ്ഞാൽ ഒന്ന് ഓർമ്മിക്കണം. ആരെ കൊന്നിട്ടാണെങ്കിലും അത് കൊണ്ട് കാണിച്ചു തരും കേട്ടോ. അതേപോലെ അങ്ങ് ചൈനയിൽ ഈ മാസം ജൂലൈ 27 വിവോയുടെ ഒരു പുതിയ ഫോൺ ഇറങ്ങുന്നുണ്ട്, X300E. എന്തരാ എഫിഷ്യൻസിയോ എന്തിനാ ഈ എലിക്കുട്ടി എന്നായിരിക്കും. എന്തിനാണെങ്കിൽ ആ സാധനം വരണുണ്ട്. ഒരു സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 5 ഒക്കെ വെച്ച് പറഞ്ഞാൽ പെരിസ്കോപ്പ് സെൻസും വലിയൊരു ബാറ്ററി, ഒരു വിവോയുടെ ഫോൺ, അത്ര തന്നെ, വേറെ മാറ്റവും വെടിപോകയൊന്നുമില്ല. അങ്ങനെ ഒരു ഫോൺ അങ്ങ് ചൈനയിൽ ഇറങ്ങുന്നുണ്ട്. സാംസങ്ങിൻ്റെ S26 Ultra'യിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കണത്. എന്തോ റെഡ് കളർ ടിൻറ്റ് വരണമെന്ന് പറഞ്ഞിട്ട്, റെഡ് ഡിസ്പ്ലേ എന്നാണ് ആ ഇഷ്യൂവിൻ്റെ പേര്. ഒരു ബഗ്ഗാണ്. എല്ലാവരും ഹാർഡ്വെയറിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ സാംസങ്ങിൻ്റെ ഏതോ ഒരു തലച്ചോറുള്ള എംപ്ലോയി, അതായത് ബുദ്ധിജീവി, അവിടുത്തെ ഡെവലപ്പേഴ്സ് അവിടെ വന്നിട്ട് ആരും പേടിക്കാൻ നമ്മുടെ ഇതൊരു ഹാർഡ്വെയർ പ്രശ്നമല്ല, ഇതൊരു സോഫ്റ്റ്വെയർ ഇഷ്യൂ ആണ്, നമ്മൾ മാറ്റിത്തരാം എന്ന് പറഞ്ഞ് ഒരു പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഈ പറയുന്ന റെഡ് ടിൻറ്റ് വരുന്നുണ്ടെങ്കിൽ
അതുടനെ മാറുന്നതായിരിക്കും വിത്ത് എ ന്യൂ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്. ഇവിടെ ഗ്രീൻ ലൈൻ അതാണ്. അതേപോലെ ആപ്പിൾ മ്യൂസിക്കും ആപ്പിൾ വൺ എന്ന് പറയുന്ന സബ്സ്ക്രിപ്ഷൻ്റെ വില ചെറുതായിട്ടൊന്ന് കൂട്ടിയിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്. ഇനി അങ്ങോട്ട് എനിക്ക് മനസ്സിലാക്കി സബ്സ്ക്രിപ്ഷൻ്റെയൊക്കെ വില എന്തിനുണ്ട് എമ്മാർ കൂട്ടണത്. റാമിൻ്റെയൊക്കെ ഓക്കെ, ഈ ഇടി മറ്റേ എന്തൊന്നും പടവെട്ടി വിടവെട്ടി എന്താ പറയാല്ല ആ സാധനമാണെന്ന് തോന്നുന്നു. എന്തിനാണെങ്കിലും കൊള്ളാം. അതേപോലെ ഇന്ത്യയിൽ മോട്ടോറോളയുടെ എഡ്ജ് 70 മാക്സ് എന്ന് പറഞ്ഞൊരു ഫോൺ ഇറങ്ങിയിട്ടുണ്ട്. എന്താണ് മാക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാക്സ് സേഫ് സപ്പോർട്ട് ഇതിൻ്റെ അകത്തുണ്ട്. അത് മറ്റേ മാഗ്നറ്റിക്കലി പ്ലച്ചനെ ഒട്ടിച്ചിട്ട്. ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ, ഈ ഫോണും നിങ്ങളുടെ തന്നെ മോട്ടോറോള സിഗ്നേച്ചർ എന്നൊരു ഫോണുണ്ട്, ഏറെക്കുറെ ഒരേ പ്രൈസാണ്. ആ ഫോണല്ലേ നല്ലത്. ഇതിൻ്റെ അകത്ത് ടെലിഫോട്ടോ ലെൻസ് ഇത് ഒപ്റ്റിക്കൽ പോലും ഇല്ല. സിഗ്നേച്ചർ എടുത്താൽ പോരെ. ഈ മാക്സ് സേഫിന് വേണ്ടിയിട്ട് നമ്മളിനി അത്ര 55,000 രൂപ എന്താണ് ഈ ഫോണിൻ്റെ വില. ഓഫർ എല്ലാം കഴിഞ്ഞ് 40-30,000 കിട്ടുന്നു. അത് ഏത് ബാക്കിയുള്ള കാർഡൊക്കെ വേണം. അപ്പം ഞാൻ ഇത്ര ചോദിക്കണം, നിങ്ങളുടെ മോട്ടോറോള സിഗ്നേച്ചർ ഇപ്പോഴും അവിടെ ഉണ്ട്, അത് വാങ്ങിച്ചാൽ പോരെ. എന്തിനാണ് ഈ തൊലിഞ്ഞ ഫോൺ എടുക്കുന്നത്? മാക്സ് സേഫിന് വേണ്ടിയിട്ടോ? സൂപ്പർ. അതേപോലെ വിവോ X500 അൾട്ര എന്ന് പറഞ്ഞൊരു പേര് ഇനി വരില്ല കേട്ടോ. ഇവരെല്ലാവരും ആപ്പിളിൻ്റെ പുറകെ ഇങ്ങനെ മറ്റേ പോവയാണ്, ഉറുമ്പ് പോകണമല്ല. ഇനി തൊട്ട് X500 Pro Max. കേട്ടാൽ ശരിയാണ്. ഇതാണ് ഇനി വിവോയുടെ പുതിയ ഫോണിൻ്റെ പേര്. അൾട്ര എന്ന് പറഞ്ഞാൽ മാറി പ്രോ മാക്സ്. ആ സാധനത്തിൽ റൂമറാണ് കേട്ടോ, 200 മെഗാ പിക്സലിൻ്റെ സെൻസർ വരുന്നു എന്നാണ് പറയണത്. എന്തിനോ എന്തോ അതിനെ വരും. അതേപോലെ അസൂസ് ഒരു പാഡ് ഇറക്കാൻ പോവുകയാണ്. ഓഗസ്റ്റിൽ ഈ സാധനം ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. OLED ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ ഒരു ഹൈടെക്. 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ്. ഡിമെൻസിറ്റിയുടെ 8300 ആണ് ചിപ്സെറ്റ് വരുന്നത്. 9000 mAh ബാറ്ററി. മെയിനായിട്ടും ഇതിൻ്റെ ഒരു സെല്ലിംഗ് പോയിന്റ് വരുന്നത് OLED ഡിസ്പ്ലേ വെച്ച് വരുന്ന ടാബ്ലറ്റ് എന്നുള്ളതാണ്. ബിക്കോസ് ആ പ്രൈസ് റേഞ്ചിൽ OLED ഡിസ്പ്ലേ വെച്ച് വരുന്ന പ്രൈസ് റേഞ്ച് അറിഞ്ഞുകൂടാ. അവന്മാർ 35,000 എന്നൊക്കെയാണ് നെറ്റിൽ പറഞ്ഞേക്കണത്. ഇറങ്ങുമ്പോൾ മിക്കവാറും ഇടിവെട്ട് സൂക്കണനെ പോലെ 50,000 രൂപയായിരിക്കും. എന്തിനാണെങ്കിലും അങ്ങനെ ഒരു സുനാഗിളി വരണുണ്ട്. അസൂസ് പാഡ് എന്നാണ് എൻ്റെ പേര്. അവർ മെനക്കെടാനൊന്നും പോയിരുന്നു. പ്രോയും ഇല്ല, മാക്സും ഇല്ല, അൾട്ര ഇല്ല, വെറുതെ അസൂസ് പാഡ്. 12.2 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ഒക്കെയാണ് പറഞ്ഞത് കേട്ടോ. അതേപോലെ ഐക്യൂൻ്റെ ഒരു പുതിയ ഫോൺ വരുന്നുണ്ട്. നിങ്ങൾ ആരും പേടിക്കണ്ട. ഇപ്പോൾ വിവോ വരെ T5 ലൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൺ ഇറങ്ങിയിട്ടുണ്ട്. അതേ സാധനം തന്നെയാണ് ഇതും, സെയിം സ്പെക്ക്. അത് ഇറങ്ങിയിരിക്കുന്നത് ഇവർ പറയണത് അണ്ടർ 20,000 ആണ്. അണ്ടർ 20,000 നിങ്ങൾക്ക് 4 GB റാമും ആണ് കിട്ടാൻ പോണത്. കേട്ടല്ലോ, ആരും പേടിക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് 6 GB 8 GB ഒക്കെ വേണമെങ്കിൽ പൈസ കൂട്ടണം. ഈ 20,000 താഴെ 4 GB ആണ് അവർ പറയണത്. ഐക്യു ഇപ്പോൾ അത് അണ്ടർ 20,000 എന്നൊക്കെ പറഞ്ഞ് നല്ല മറക്കണുണ്ട്. അത് തന്നെയാണ്. പിന്നെ LCD ഡിസ്പ്ലേ ആണെന്ന് തോന്നുന്നു വരണം. വലിയൊരു ബാറ്ററി വരണുണ്ട്. പിന്നെന്തിരി ഡിമെൻസിറ്റി 6300 വരെ ചിപ്സെറ്റ്. വിവോ T5 ലൈറ്റ് എന്ന് ഇപ്പോൾ ഒരു സാധനം ഇറങ്ങിയിട്ടുണ്ട്, സെയിം സാധനം. ഇതിൻ്റെ അകത്ത് 2 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്തോ കിട്ടുമെന്നാണ് കേൾക്കുന്നത്. OS 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്. ഓക്കെ, അത്രേ ഉള്ളൂ. അതേപോലെ ടെക്നോ പുതിയൊരു ഫോൺ ഇറക്കി, ടെക്നോ ക്യാമോ 50 അൾട്ര, 40,000 രൂപ. ക്യാമോ എന്ന് പറയുന്ന പോലെ തന്നെ 50 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ, 50 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ്, 50 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ. പിന്നെ ഡിമെൻസിറ്റി 7500 ഒരു ചിപ്സെറ്റ് ആണെന്ന് തോന്നുന്നു. അല്ല, 7400 അൾട്ടിമേറ്റ്. ഓഹോ, അതെ അൾട്ടിമേറ്റ്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചിട്ട് 40,000 രൂപ. UFS സ്റ്റോറേജ് 2.2 ആണ്. വേറെ ഒന്നും എനിക്ക് പറയണ്ടല്ലോ അതിനെ പറ്റിയിട്ട്. വേണമെങ്കിൽ പോയി മേടിച്ചോളി, അതൊക്കെ നിങ്ങളിഷ്ടം. അതേപോലെ സാംസങ്ങിൻ്റെ ടാബ് S12 അൾട്ര എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഒരു പടം വന്നിട്ടുണ്ട്. ഈ പടമാണ് അവർ ഏറ്റവും ടോപ്പ് ഫ്ലാഗ്ഷിപ്പ് ടാബ്ലറ്റ് ആണ്. ലക്ഷങ്ങൾ വില വരും, വേണ്ടവർക്ക് മേടിക്കുക. അതേപോലെ തന്നെ സാംസങ്ങിൻ്റെ ഇവൻറ്റ് ഈ വരാൻ പോകുന്ന 22-ാം തീയതിയാണ്. 3 ഫോൾഡ് ഫോണുകൾ, ഫ്ലിപ്പ്, ഫോൾഡ് 8 എന്ന് പറയുന്നത് വൈഡായിട്ടുള്ള ഒരു ഫോൾഡ് ഫോണ്. അത് ആപ്പിളിൻ്റെ മറ്റേ സാധനത്തിൻ്റെ സെയിംസാണ്. മറ്റേത് ആപ്പിളിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റൂല. വൈഡ് ഫോൺ അത് 3 ലക്ഷമൊക്കെ ആയിരിക്കും. എങ്ങനെ പോയാലും 3-2.5 ലക്ഷം രൂപ ആയിരിക്കും. അത് ജാട്ടി കയറും. ഇത് നമുക്ക് ഫോൾഡ് 8 എന്ന് പറയുമ്പോൾ 1.5 ലക്ഷം ആ ഒരു കാറ്റഗറിയിലായിരിക്കും വരണത്. പിന്നെ ഒരു നോട്ട് ഫോൾഡ് 8 അൾട്ര. ഇപ്രാവശ്യം അവന്മാരെന്തോ ഒരു ഫ്ലെക്സിബിൾ ടൈറ്റേനിയം എന്ന് പറയുന്ന ഒരു പുതിയ ലെയർ ഈ പറയുന്ന അകത്തുള്ള ഡിസ്പ്ലേ വെക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ക്രീസ് ഭയങ്കരമായിട്ട് കുറയും ഈ പ്രാവശ്യത്തെ സാംസങ്ങിൻ്റെ ഫോൾഡ് ഫോണിൽ. ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഫൈൻഡ് എക്സ്, നമ്മുടെ ഓപ്പോയുടെ ഫൈൻഡ് എക്സ് N6 എന്ന് പറഞ്ഞൊരു ഫോണുണ്ട്. അതാണ് ഇപ്പോൾ ഒട്ടും ക്രീസ് ഇല്ലാത്തത്. അതിനെ വെട്ടിക്കാൻ പറ്റുമോ സാംസങ്ങിന്? അതാണ് ചോദ്യം. പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് കേട്ടോ സാംസങ്. നിങ്ങളാണ് ആദ്യമായിട്ട് ഇത് ഇറക്കിയത്. പക്ഷേ കണ്ടോ, മറ്റവന്മാരാണത് ടെക്നോളജി കൊണ്ടുവന്നത്. അപ്പം നിങ്ങളെന്തെങ്കിലുമൊക്കെ അതിലാണ് നിങ്ങളിഷ്ടം. അതേപോലെ ഈ പ്രാവശ്യത്തെ ഇവൻറ്റിൽ നിങ്ങൾക്ക് വാച്ചുകൾ ഇറങ്ങുന്നുണ്ട്. പുതിയ പ്രോസസ്സറൊക്കെ വെച്ചിട്ട് പുതിയ വാച്ചുകളും ഇറങ്ങുന്നുണ്ട്. അതിൽ മറ്റേ സാംസങ്ങിൻ്റെ അൾട്രാ വാച്ചും ഒക്കെ ഉണ്ട്. അതൊക്കെയാണ് പറഞ്ഞത്. പിന്നെ സാംസങ്ങിൻ്റെ ഗ്ലാസ് ഒക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതൊക്കെ വന്നാൽ നല്ലതായിരിക്കും. പിക്സലിൻ്റെ ഒരു ഗ്ലാസ് ഇറങ്ങിയിട്ടുണ്ട്, മറ്റേ അകത്ത് മറ്റേ ചെറിയ ഡിസ്പ്ലേ ഒക്കെ പറഞ്ഞത്. അത് വന്നാൽ നൈസായിരിക്കും കേട്ടോ. ഞാനിങ്ങനെ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സാധനമാണ്. അതേപോലെ ഗ്ലാസിൻ്റെ കേസ് പറഞ്ഞപ്പോഴാണ് ഈ പറയുന്ന ലൈറ്റ് അണച്ച് വെച്ചിട്ട് കാണിക്കുന്ന തെണ്ടിത്തരം കാണിക്കുന്ന കുറേ ഊളകളുണ്ട്.
അപ്പോൾ അവന്മാർ കണ്ടെടുത്ത് ഇവന്മാർ മറ്റേ പുതിയൊരു അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു ലൈറ്റിനെ മറക്കുകയോ പൊട്ടിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനം വർക്കാവാത്ത ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. സോ യാ, ആൻഡ് ഈ ഒരുപാട് 2 ടൈപ്പ് ഓഫ് ആൾക്കാർ ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. അതായത് പ്രിവസീനെ ഇൻട്രൂഡിയൻസി, അത് എനിക്ക് അറിഞ്ഞൂടാ. ടെക്നോളജി ഈസ് ദെയർ. എല്ലാ ടെക്നോളജിക്കും അതിൻ്റെതായ പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഫോൺ തൊട്ട് ഇപ്പോൾ മറ്റേ ജോൺ വിക്ക് പറയുന്ന പോലെ പെൻസിൽ വെച്ച് വേണമെങ്കിൽ ഒരുത്തനെ കുത്തിക്കൊല്ല. അതാണ് അവസ്ഥ. അപ്പം എല്ലാം ലീത്തലാണ്. ഇഫ് യു യൂസ് ഇറ്റ് ഇൻ ദ റൈറ്റ് തിങ് ഇറ്റ് ഈസ് ഗുഡ്. ഇഫ് യു യൂസ് ഇറ്റ് ഫോർ ഉള്ളത്തരം ഒന്നും പറയാനില്ല. അത് നിങ്ങൾ വേണം അത് ഏത് ലെവലിൽ അത് യൂസ് ചെയ്യണമെന്ന് ചിന്തിക്കേണ്ടത്. ദാറ്റ് ഇസ് അപ് ടു യു ആസ് എ കൺസ്യൂമർ. തെണ്ടിത്തരം കാണിക്കാതിരുന്നാൽ നിനക്കൊക്കെ കൊള്ളാം. ഈ പറയുന്ന സാധനം ഇതൊക്കെ ഉണ്ടല്ലോ. ഞാൻ കാര്യം പറയും, നിങ്ങൾ ഈ ദുബായിലൊക്കെ വന്നിട്ട് ഈ സാധനം വെച്ചിട്ട് തൊണ്ടിത്തരം കാണിക്കാന്ന് പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ അമ്മമാർ പൂക്കി എടുത്തിട്ട് ഇടിക്കും. ഇവിടെ അബുദാബിയിൽ സ്നാപ്ചാറ്റ് ഒരു ഫോട്ടോയോ വീഡിയോ എടുത്തപ്പോൾ ഒരു അറബിയിലെ ഒരു ചെറിയൊരു പോർഷൻ വന്നെന്ന് പറഞ്ഞ് അവന് ഫൈൻ അടിച്ചു കൊടുത്ത രാജ്യമാണിത്. രാജ്യം വെച്ചിട്ട് ഇതൊക്കെ കാണിക്കണം കേട്ടോ. നമ്മളെ നാട്ടിലും ഒരു പ്രിവസി ലോ ഉണ്ട്. നമ്മളുടെ പെർമിഷൻ ഇല്ലാതെ വേറൊരാൾ നമ്മളുടെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് പോയി എവിടെയെങ്കിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിടിച്ച് കേസ് വരും. കേസിൻ്റെ നമ്മുടെ നാട്ടിൽ പിന്നെ മറ്റേ ലൂപ്പ് ഹോളുകളുടെ മൊത്തം ഒരു ഓട്ടയിലാണ് നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റം. അത് വേറെ. പക്ഷേ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതെടുത്ത് പൊക്കി നിർത്തി ഇടിക്കും. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ടെക്നോളജി വരുമ്പം ഈ കുളിമുറിയുടെ ബാക്കിൽ അവിടെയൊക്കെ പോയിരുന്നു നോക്കാതെ അതിനെന്തിനാണ് ആ സാധനം തന്നിരിക്കുന്നത് അതിൻ്റെ യൂസേജിന് ചെയ്യുക. വൃത്തികെട്ട ക്രിയേറ്റിവിറ്റി നമുക്ക് വേണ്ട, നല്ല ക്രിയേറ്റിവിറ്റി വരട്ടെ. മനസ്സിലായില്ലേ? നല്ലതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി ചെയ്യുക. ഒരു സ്ഥലത്ത് പോകുമ്പോൾ ആ സ്ഥലത്തുള്ള ഗ്രീനറിയും കാര്യങ്ങളൊക്കെ കാണാൻ ഹാൻഡ് ഫ്രീ ആയിട്ട്. ഇതിൻ്റെ ഒരു മെയിൻ സംഭവം എന്തിനെന്നറിയോ? നമ്മൾ പോകുമ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുമ്പോഴേ നമ്മൾ ക്യാമറയിൽ കൂടെയാണ് ആ ലോകം കാണുന്നത്. ആ മലയായിക്കോട്ടെ, മൂടായിക്കോട്ടെ, പൂച്ച കരഞ്ഞാണായിക്കോട്ടെ. ഇവന്മാർ ഈ ക്യാമറയിൽ സാധനം വെച്ചതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ടിൽ ഈ ക്യാമറ ഡിസ്ട്രാക്ഷൻ വേണ്ട എന്ന് വെച്ചിട്ടാണ്. അല്ല അത് കണ്ടത് വൃത്തികേട് എടുക്കാം എന്നുള്ളതല്ല. അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു. സാംസങ്ങിൻ്റെ ഇവൻറ്റ് വരുന്നുണ്ട് ഗൈസ്. എനിക്കറിയാം ഞാൻ കുറേ നാളെ ഞാൻ ഒരു ചായ വിട്ടൊക്കെ ഇട്ടിട്ട്, അതാണ് ഞാൻ ഒരു കട്ടൻ ചായ താഴ്ന്ന് മേടിച്ചിട്ട് വന്നിട്ട് പെട്ടെന്നൊരു സാധനം എടുക്കാമെന്ന് വിചാരിച്ചത്. ന്യൂസ് വരണനുസരിച്ച് ഇനി ഞാൻ മടിയൊന്നുമില്ലടേ. ഞാൻ ഓരോ ആഴ്ചയിലെങ്കിലും ഒരു ചായ ടെക്കുമായിട്ട് ഞാൻ വരും. 10 ന്യൂസെങ്കിൽ 10 ന്യൂസ്, 5 ന്യൂസെങ്കിൽ 5 ന്യൂസ് പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. അല്ല പിന്നെ അപ്പോൾ എന്തിനാണെങ്കിലും എല്ലാവരും സ്റ്റേ റെസ്പോൺസിബിൾ. ആൻഡ് കുട്ടികളുടെ പറയാനുള്ളത്, ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ അവിടെ തലസ്ഥാനത്ത് നടക്കുന്നുണ്ട്. അതിനെയൊക്കെ പറ്റി അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ടു ഹാവ് കറണ്ട് അഫയേഴ്സ് ആയിട്ടൊക്കെ ഉള്ളതിനെയൊക്കെ കീപ്പ് അപ്ഡേറ്റിംഗ് യുവേഴ്സ്. നമ്മളിപ്പോൾ ടെക് ന്യൂസ് എന്നൊക്കെ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല ന്യൂസൊക്കെ പറയുന്ന കുറേ നല്ല ആൾക്കാരുണ്ട്. അതുകൊണ്ട് നല്ല ജേർണലിസ്റ്റുകളൊക്കെ ഫോളോ ചെയ്യുക, കറണ്ട് അഫയേഴ്സിനെ പറ്റി അറിഞ്ഞിരിക്കുക. അതാവുമ്പം ഒരുത്തം വന്നിട്ട് എനിക്ക് ഇതിനെപ്പറ്റി വലിയ അറിവില്ല കേട്ടോ എന്ന് പറയരുത് ഒരിക്കലും. അതിന് നല്ല കാര്യമൊന്നുമല്ല. നമ്മൾ എന്താണെങ്കിലും അതിനെപ്പറ്റി അറിഞ്ഞിരിക്കാൻ ശ്രമിക്കുക, അതിൻ്റെ എല്ലാ വശങ്ങളും അറിഞ്ഞിരിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങളുടെ വോയിസ് ഒപ്പീനിയൻ പറയാൻ ശ്രമിക്കുക എന്ന് ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയുന്നു. എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു ഗൈസ്. ലവ് യു ആൾ. എല്ലാവർക്കും ഒരു ചായ ചിയേഴ്സ്. ബൈ ദ ബൈ.